ഹായ് ഓൾ, ഒരിക്കൽ കൂടി ഇൻസ്പയർ ടെക്നിക്കൽ PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ടേണർ പരീക്ഷ, IT ലെവൽ ടേണർ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ടെയിൽ സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ഏരിയ. ഓക്കെ, അപ്പോൾ ടെയിൽ സ്റ്റോക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ലെയ്ത്ത് പാർട്സ് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ലെയ്ത്തിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ്, കാര്യങ്ങൾ, ലെയ്ത്തുമായി കൂളിംഗ് പോയിന്റ്സ് കാര്യങ്ങളൊക്കെ നോക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു ബേസിക് ആയിട്ട് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓരോ പാർട്സും പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മൾ ലെയ്ത്തിൻ്റെ ബെഡിൻ്റെ കൺസ്ട്രക്ഷനും ഡീറ്റെയിൽസും കാര്യങ്ങളും പഠിച്ചു. ഇനി നമുക്ക് പഠിക്കേണ്ടതാണ് ടെയിൽ സ്റ്റോക്കും അതുപോലെ തന്നെ കാരേജും കൂടെ ഈ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ, എനിവേ എന്തിനാണ് ടെയിൽ സ്റ്റോക്ക് യൂസ് ചെയ്യുന്നത്? ടെയിൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ലെയ്ത്തിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ കൊടുക്കുന്ന ഒരു യൂണിറ്റ് ആണ് എന്ന് പറയുന്നത് ടെയിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത്, അല്ലെ? ഇതൊരു സ്ലൈഡിംഗ് യൂണിറ്റ് ഓൺ ദ ബെഡ് വേസ് ഓഫ് ദ ലെയ്ത്ത് ബെഡ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഞാൻ ജസ്റ്റ് ബോൾഡ് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റ്സ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ സ്ലൈഡിംഗ് യൂണിറ്റ് ഓൺ ദ ബെഡ് വേസ് ഓഫ് ദി ലെയ്ത്ത് ബേർഡ് എന്താണ് നമ്മുടെ? അപ്പൊ സ്ലൈഡ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്ന് മാത്രമല്ല, ടെയിൽ സ്റ്റോക്ക് മാത്രമല്ല, ഒരുപാടുണ്ട്. എനിവേ ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. ടെയിൽ സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു സ്ലൈഡിംഗ് യൂണിറ്റ് ആണ്. എവിടെയാണ് ഉണ്ടാവുക? ലെയ്ത്ത് ബെഡിന്റെ മുകളിലാണ് ഇത് പ്ലേസ് ചെയ്തിട്ടുണ്ടാവാതെ ഇതുപോലെ. ക്ലിയർ? ഓക്കെ, സിറ്റുവേറ്റഡ് ഓൺ ദി റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി ലെയ്ത്ത്. റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ മൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലെയ്ത്തിനെ നമ്മൾ ഇങ്ങനെ നോക്കി കാണുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ ആരുണ്ടാവുക? നമ്മുടെ ടെയിൽ സ്റ്റോക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അറിയേണ്ടത് ഇതിന്റെ രണ്ട് പാർട്സ് ഉണ്ട്, ടു പാർട്സ്. ഒന്നാമത്തെ പാർട്ട് എന്നറിയപ്പെടുന്നു ബേസ് എന്നറിയപ്പെടുന്നു. രണ്ടാമത്തെ പാർട്ട് ബോഡി എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, ബേസ് എന്ന് പറയുന്നത് ഈ താഴെയുള്ള ഈ ഒരു ഏരിയയിലെ ഇതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ബോഡി, ഇതാണ് നമ്മുടെ ബേസ്. ഇതിന്റെ ക്രോസ് സെക്ഷൻ കാണിച്ചിരിക്കുന്നതാണ്. ഇതിന്റെ ഒരു ക്രോസ് സെക്ഷൻ കാണിച്ചിരിക്കുന്നതാണ്. ഇതിന്റെ അടിയിലുള്ള ഈ ഒരു ഏരിയ ആണ് നമ്മുടെ എന്ന് പറയുന്നത് ബേസ് എന്ന് പറയുന്നത്. ബേസ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു മുകളിലേക്കുള്ള പോർഷൻസിനെയാണ് നമ്മൾ ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, ബേസും ബോഡിയും ജസ്റ്റ് ഒരു ബേസിക് ഔട്ട്ലൈൻ ഉണ്ടാക്കി വെക്കുക എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഈ ബേസ് പോർട്ടോ അല്ലെങ്കിൽ ബേസ് അല്ലെങ്കിൽ ഈ ബോട്ടം പോർഷൻ ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബെഡ് ബേസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഇനി ബോഡി ഓഫ് ദ ടെയിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്? ബോഡി ഓഫ് ദ ടെയിൽ സ്റ്റോക്ക് അസംബിൾ ടു ദ ബേസ്, അസംബിൾ ടു, അതായത് ബോഡി ആരുമായിട്ട് അസംബിൾ ചെയ്തിരിക്കുന്നത്? ബേസുമായിട്ട് അസംബിൾ ചെയ്തിരിക്കുന്നു. കണ്ടോ, ഇവിടെ രണ്ട് പോർഷൻ ആയിട്ടും കാണാം. ഓക്കെ, ആൻഡ് ഹാസ് കറസ്പോണ്ടിങ് ലോങ്ങിറ്റ്യൂഡിനൽ മൂവ്മെന്റ് അലോങ് ദി ബെഡ്. ഓക്കെ, ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യണ്ടേ? ഓക്കെ, ആ മൂവ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പറയുന്ന ബോഡീനെ, ബേസിനെ നമ്മുടെ ബോഡിയുമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? അസംബിൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്ലിയർ? ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പോയിന്റ്സ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു നമ്മുടെ ഫിറ്റർ എക്സാമിനേഷൻസിനായിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്തിരുന്നു. ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്യുന്ന കാര്യം, അതായത് നമുക്ക് ഇത് മുമ്പോട്ട് മൂവ് ചെയ്യാം, എത്രത്തോളം മുമ്പോട്ട് മൂവ് ചെയ്തു കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റും. അപ്പോൾ ഗ്രാജുവേഷൻസ് ആർ മാർക്ക് ഓൺ ദി റിയർ എൻഡ് ഓഫ് ദി ബേസ് ആണ്. ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്. എവിടെയാണ്? ബേസും ബോഡി നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ ഈ ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? റിയർ എൻഡ് ഓഫ് ദി ബേസ് ആണ്. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഒരു സ്റ്റാർ ഇട്ട് തന്നെ വെച്ചോ അവിടെ. ഓക്കെ, സീറോ ലൈൻ അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നു. ഓൺ ദി ബോഡി, സീറോ ഓൺ ദി ബോഡി, ശരീരത്തിലാണ് സീറോ മാർക്ക് ചെയ്തിരിക്കുന്നത്. സീറോ ബോഡിയിൽ മാർക്ക് ചെയ്തിരിക്കുന്നു. ഗ്രാജുവേഷൻസ് ബേസിൽ മാർക്ക് ചെയ്തിരിക്കുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ, പിന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? ദ ബോഡി ആൻഡ് ബേസ് ആർ മെയ്ഡ് ഓഫ് കാസ്റ്റ് അയൺ. ഓക്കെ, കാരണം ടെയിൽ സ്റ്റോക്കിന്റെ ഭാഗത്ത് നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു PSC പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാനുള്ള 3 പോയിന്റ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തിരിക്കുന്നത് റിയർ എൻഡ് ഓഫ് ദി ബേസ് ആണ്, ദ ഫസ്റ്റ് പോയിന്റ്. ആൻഡ് സീറോ ലൈൻ മാർക്ക്ഡ് ഓൺ ദി ബോഡി, സെക്കൻഡ് പോയിന്റ്. ദ ബോഡി ആൻഡ് ദ ബേസ് ആർ മെയ്ഡ് ഓഫ് കാസ്റ്റ് അയൺ ഇസ് എ തേർഡ് പോയിന്റ്. ക്ലിയർ ആണല്ലോ? 3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പോയിന്റ്സ് ആണ് നമ്മളിവിടെ പറഞ്ഞു പോയത്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയോ, ഫങ്ഷൻസ് ഓഫ് ടെയിൽ സ്റ്റോക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സിമ്പിളുമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹാൻഡിൽ എന്ന് പറയുന്ന ഏരിയ. ഇതാണ് നമ്മുടെ ഹാൻഡിൽ. അപ്പോൾ ഈ ഹാൻഡിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. എന്തിനാണ് ടെയിൽ സ്റ്റോക്ക് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഹോൾഡിംഗ് ഓഫ് വർക്ക് പീസ് ആണ്, അല്ലേ? നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് ഒരു വർക്ക് പീസ്, ഒരു വളരെ വലുപ്പത്തിലുള്ള ഒരു വർക്ക് പീസ് നമുക്ക് മെഷീൻ ചെയ്യണമെങ്കിൽ ഇതിന് എന്ത് കൊടുക്കണം? സപ്പോർട്ട് കൊടുക്കണം. ഈ സപ്പോർട്ട് ആര് വെച്ച് കൊടുക്കും? ടെയിൽ സ്റ്റോക്ക് വെച്ച് കൊടുക്കും. അപ്പോൾ ഈ ടെയിൽ സ്റ്റോക്കിന്റെ
ഇവിടെ ഒരു ഡെഡ് സെന്റർ ഉണ്ടാവും. ഈ ഡെഡ് സെന്റർ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യും സപ്പോർട്ട് കൊടുക്കുക. നമുക്ക് എല്ലാവർക്കും ബേസിക് ഒരു ഐഡിയ എല്ലാത്തിനെ കുറിച്ച് നമുക്ക് ഉണ്ടല്ലോ. ഇനി നമുക്ക് അറിയേണ്ടത് കുറച്ച് ഡീറ്റെയിൽ വ്യൂ ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഒരു ഹാൻഡ് വീൽ കൊടുത്തിട്ടുണ്ട്. ഈ ഹാൻഡ് വീൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആരെയാണ്? ഒരു സ്ക്രൂ റോഡിനെയാണ്. ഇവിടെ സ്ക്രൂ റോഡ് ഉണ്ട്. ഓക്കെ, ഈ സ്ക്രൂ റോഡ് മൂവ് ചെയ്യുമ്പോൾ ഇതുമായി ചേർന്നിരിക്കുന്ന ബാരൽ മൂവ് ചെയ്യുന്നു. ക്ലിയർ? ഇതിനിടയിൽ ഒരു കീ കൊടുത്തിട്ടുണ്ട്. ഒരു കീ ഇവിടെ കൊടുക്കും. ഓക്കെ, ഈ കീ എന്താണ്? ഫിറ്റ്സ് ദ കീ വേ അറ്റ് ദ ബോട്ടം ഓഫ് ദ ബാരൽ, പ്രിവെന്റ്സ് ദ ബാരൽ ഫ്രം റൊട്ടേറ്റിംഗ്. അതായത് നമ്മളിത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ബാരലും കൂടെ റൊട്ടേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കീ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്? ഇതിനെ ജസ്റ്റ് ഒരു കീ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ഏരിയയിലാണ് എനിക്ക് ഉണ്ടാവുക. കീ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു കീ എന്തിനാണ്? നമ്മുടെ റൊട്ടേഷൻ മൂവ്മെന്റ് പ്രിവെന്റ് ചെയ്യാൻ കീ യൂസ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, ഇനി ഓർത്തിരിക്കുക, സ്ക്രൂ റോഡിന്റെ ത്രെഡ് എങ്ങനെയാണ്? ഓർത്തിരിക്കുക, ലെഫ്റ്റ് ഹാൻഡ് സ്ക്വയർ ത്രെഡ് ആയിരിക്കും. നോട്ട് ദി പോയിന്റ്. ലെഫ്റ്റ് ഹാൻഡ് സ്ക്വയർ ത്രെഡ്. ക്ലിയർ? ലെഫ്റ്റ് ഹാൻഡ് സ്ക്വയർ ത്രെഡ്. സ്ക്രൂ റോഡിൻ്റെത് ലെഫ്റ്റ് ഹാൻഡ് സ്ക്വയർ ത്രെഡ്. കാരണം നമ്മൾ ഈ നമ്മുടെ ഇതില്ലേ, നമ്മുടെ ഈ മെഷീൻ അസംബ്ലി മത്സരങ്ങളൊക്കെ പണ്ട് ടെക് ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് അസംബ്ലി ഷോപ്പുകളിൽ ഈ നമ്മുടെ ഈ മത്സരത്തിനിടുന്ന പ്രധാനപ്പെട്ട ഒരു ഐറ്റം ആയിരുന്നു ടെയിൽ സ്റ്റോക്ക് അസംബ്ലി ആണെന്നുള്ളത്. ഓക്കെ, അതിനൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഇതിനെങ്ങനെ അഴിച്ചു പറിച്ചിട്ട് നമ്മൾ ഇതിനെ ഫിറ്റ് ചെയ്യും. ഈ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് വരുന്ന ഏരിയ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പോകുന്നതാണ്. ഇത് അങ്ങോട്ട് തിരിക്കില്ല, ഇങ്ങോട്ട് തിരിക്കില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വളരെ ഇതൊക്കെ ഒരു എനിക്ക് തോന്നുന്നു കുറച്ച് പേരെങ്കിലും അസംബ്ലി ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, ലെഫ്റ്റ് ഹാൻഡ് സ്ക്വയർ ത്രെഡ് ആണ് എന്തെന്ന് പറയുന്നത്, ഇതിന്റെ സ്ക്രൂ റോഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ബാരൽ നമുക്ക് എവിടെ ഉണ്ടെങ്കിലും ലോക്ക് ചെയ്യാം. ഓർത്തിരിക്കുക, അടുത്തതാണ് മോഴ്സ് ടാപ്പർ ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ടാപ്പർ എന്ന് പറയുന്നത്. മോഴ്സ് ടാപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെൽഫ് ലോക്കിംഗ് ടാപ്പർ ആണ് മോഴ്സ് ടാപ്പർ. ദിസ് ഈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇനി ഇതിൽ ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അത് മൂവ്മെന്റ് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ്. ബാരലിൽ ഗ്രാജുവേഷൻ ഉണ്ട്, ബാരൽ ഇൻഡിക്കേറ്റ് മൂവ്മെന്റ്. അതായത് ഇതിന്റെ മൂവ്മെന്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ബാരലിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഗ്രാജുവേഷൻസ് കൊടുക്കുന്നത്. സ്ക്രൂ റോഡ് മെയ്ഡ് ചെയ്യുന്ന മെറ്റീരിയൽ അലോയ് സ്റ്റീൽ ആണ്. ഓപ്പറേറ്റിംഗ് നെറ്റ് മെയ്ഡ് ചെയ്യുന്ന മെറ്റീരിയൽ ബ്രോൺസ് ആണ്. അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഇതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ബോഡി ആൻഡ് ബേസ് പഠിച്ചിരുന്നു. ഒരു ടെയിൽ സ്റ്റോക്ക് എന്ന് പറയുന്ന ഇച്ചിരി ഇല്ലാത്തൊരു സാധനത്തെ വെച്ച് പഠിക്കുകയാണ്. ബോഡി ആൻഡ് ബേസ് എന്ന് പറയുന്നത് കാസ്റ്റ് അയൺ കൊണ്ട് മെയ്ഡ് ചെയ്യുന്നു. ഒന്നാമത്തെ നമ്മൾ പഠിച്ച മെറ്റീരിയൽ അതായിരുന്നു. രണ്ടാമത് പറയാണ് നമ്മുടെ സ്ക്രൂ റോഡ് മെയ്ഡ് ചെയ്യുന്ന മെറ്റീരിയൽ അലോയ് സ്റ്റീൽ ആണെന്ന് പറയാണ്. മൂന്നാമത് പറയാണ് ഇതിലുള്ള ഓപ്പറേറ്റിംഗ് നട്ട് ഈസ് മെയ്ഡ് ഓഫ് ബ്രോൺസ്. കാസ്റ്റ് അയൺ, അലോയ് സ്റ്റീൽ, ബ്രോൺസ്. ഓപ്പറേറ്റിംഗ് നട്ട് എന്ന് പറയുന്നത് ബ്രോൺസ്, സ്ക്രൂ റോഡ് എന്ന് പറയുന്നത് അലോയ് സ്റ്റീൽ, നമ്മുടെ ബേസും അതുപോലെ തന്നെ ബോഡി എന്ന് പറയുന്നത് കാസ്റ്റ് അയൺ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദ ബോഡി ക്യാൻ മൂവ് ലാറ്ററലി ഓർ ദ ബേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അഡ്ജസ്റ്റിംഗ് സ്ക്രൂസ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ്, പർപ്പസ് ഓഫ് ടെയിൽ സ്റ്റോക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. എങ്കിലും ഒന്നുകൂടെ ഓർത്തിരിക്കുക. To accommodate the dead center to support lengthy work for carrying out lathe operations. ടെയിൽ സ്റ്റോക്ക് ആരെ അക്കോമഡേറ്റ് ചെയ്യണം? നമ്മുടെ ഡെഡ് സെന്ററിനെ അക്കോമഡേറ്റ് ചെയ്യണം. നമ്മുടെ ഡെഡ് സെന്ററിനെ അക്കോമഡേറ്റ് ചെയ്യണം. To hold cutting tools like drills, reamers and drill chucks with a taper shank. കാരണം ഇതിൻ്റെ ഉള്ളിൽ മോഴ്സ് ടാപ്പർ നമ്മൾ പറഞ്ഞല്ലോ. ഈ ടാപ്പർ ഷാങ്ക് ആയിട്ടുള്ള ഡ്രില്ലുകൾ, റീമറുകൾ, അതോ ഡ്രിൽ ചക്കുകളൊക്കെ ആര് ഹോൾഡ് ചെയ്യണം? നമ്മുടെ ടെയിൽ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് എന്തായിരുന്നു? ഡെഡ് സെന്ററിനെ അക്കോമഡേറ്റ് ചെയ്യണം. രണ്ടാമതാണ് കുറച്ച് ടൂൾസ് അക്കോമഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി എക്സ്റ്റേണൽ ടാപ്പർ നമുക്ക് ഇതിന്റെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഓഫ്സെറ്റിംഗ് ദ ബോഡിയൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്റ്റേണൽ ടാപ്പർ ഉണ്ടാക്കാം. ഓക്കെ, എക്സ്റ്റേണൽ ഓപ്പറേഷൻസ് ചെയ്യാം. തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് എന്തിന്റെ സഹായത്തോടെ ചെയ്യാം? ടെയിൽ സ്റ്റോക്കിന്റെ സഹായത്തോടു കൂടി ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും ടെയിൽ സ്റ്റോക്കിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ടെയിൽ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഓർത്തിരിക്കുക, പ്രധാനപ്പെട്ട പാർട്സ് ഓർത്തിരിക്കുക, പ്രധാനപ്പെട്ട മെറ്റീരിയൽസ് ഓർത്തിരിക്കുക. ഇതിനപ്പുറത്തോട്ടൊന്നും എന്ത് വരില്ല? കേരള PSC എക്സാമിനേഷൻ വരില്ല. ഗ്രാജുവേഷൻസ് എന്തൊക്കെ എവിടെയൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ? ഇനി നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സ്ക്വയർ ത്രെഡ് ആണ് സ്ക്രൂ റോഡിൻ്റെത്. സ്ക്രൂ റോഡിൻ്റെ മെറ്റീരിയൽ, കീ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഒരു ബേസിക് ഐഡിയ കിട്ടിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. വളരെ ക്രിസ്പി ആൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. കൃത്യമായി വായിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ മാർക്കിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. കൃത്യമായി വായിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ പോക്കറ്റിൽ ഇരിക്കും. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ആണ് പർപ്പസ് ഓഫ് ക്യാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി
ഈസ് ലൊക്കേറ്റഡ് ഇൻ ബിറ്റ്വീൻ ഹെഡ് സ്റ്റോക്ക് ആൻഡ് ടെയിൽ സ്റ്റോക്ക്. ഇവിടെയാണ്, അല്ലെങ്കിൽ ഇവിടെ ഹെഡ് സ്റ്റോക്ക് ഉണ്ട്, ഇവിടെ ഹെഡ് സ്റ്റോക്ക് ഉണ്ട് അല്ലേ, ഈ ഭാഗം ഹെഡ് സ്റ്റോക്ക്, ഇവിടെ ടെയിൽ സ്റ്റോക്ക്. ഇതിൻ്റെ ഇടയിലാണ് ആരുള്ളത്? നമ്മുടെ കാരേജിലുള്ളത്. ഓക്കെ, ക്ലിയർ ക്ലിയർ. ബിറ്റ്വീൻ ദ ഹെഡ് സ്റ്റോക്ക് ആൻഡ് ടെയിൽ സ്റ്റോക്ക് ഇതും എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ തന്നെയാണ് എന്തുള്ളത്? നമ്മുടെ ക്രോസ് സ്ലൈഡും കോമ്പൗണ്ട് സ്ലൈഡും ഒക്കെ ഉള്ളത്. ഇതൊരു വലിയ യൂണിറ്റ് ആണ്. അപ്പോൾ ഇവിടെ നോക്കി, ഈ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഈ ഡാർക്ക് കളറിൽ കാണുന്ന ഈ യൂണിറ്റ് ആണ് നമ്മുടെ കാരേജ് എന്ന് പറയുന്നത്. കാരേജ് നമുക്ക് ടേൺ ചെയ്യണം. ടേൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ടൂൾ പോസ്റ്റ് ഇങ്ങനെ കാരേജ് ഇങ്ങനെ മൂവ് ചെയ്യാം. ഇനി ക്രോസ് നമ്മൾ മുമ്പോട്ട് ഫീഡ് കൊടുക്കണമെങ്കിലോ കാരേജിന്റെ മുകളിൽ നമുക്ക് ക്രോസ് ഫീഡ് കൊടുക്കാൻ പറ്റും. അതിന് നമ്മളിങ്ങനെ മൂവ് ചെയ്യണം ചെയ്യുക. ഇപ്പൊ കാരേജ് എന്ന് പറയുന്നത് ഒരു വലിയ യൂണിറ്റ് ആണ്. ഈ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ലേത്തിനെ സംബന്ധിച്ച് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ബെഡിൽ എനി പൊസിഷനിൽ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം. ദ കാരേജ് ക്യാൻ ബി ലോക്ക്ഡ് ഇൻ ടു ബെഡ് അറ്റ് എനി ഡിസൈഡ് പൊസിഷൻ, ഓൾവേസ് വി നോ. അതുപോലെ തന്നെ നമുക്ക് കട്ടിംഗ് ടൂൾ മാനുവലോ അല്ലെങ്കിൽ പവർ ഫീഡോ കൊടുക്കാം. ഇതിന് പ്രധാനമായിട്ടും ലോങ്ങിറ്റ്യൂണൽ ഫീഡും ക്രോസ് ഫീഡും കൊടുക്കാൻ പറ്റും. ലോങ്ങിറ്റ്യൂണൽ ഫീഡ് എന്ന് പറഞ്ഞാൽ ടേൺ ചെയ്യുന്ന സമയത്ത് പാരലൽ ടു ദ ആക്സസ് ഓഫ് വർക്ക്. അതായത് നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു വർക്ക് പീസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താണ്, ഇത് ജസ്റ്റ് ഇങ്ങനെ ലോങ്ങിറ്റ്യൂണൽ ഫീഡാണ്. നമുക്ക് ഈ ഒരു ഹാൻഡിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങോട്ട് പോരാം. ബട്ട് നമുക്ക് ഫീഡാണ് കൊടുക്കേണ്ടത്, ഡെപ്ത് ഓഫ് കട്ടാണ് കൊടുക്കേണ്ടതെങ്കിൽ നമുക്ക് ക്രോസ് ഫീഡ് വേണം. അതിനുവേണ്ടി നമുക്ക് ക്രോസ് സ്ലൈഡ് മൂവ്മെന്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇവിടെ ക്രോസ് സ്ലൈഡ് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. ക്രോസ് സ്ലൈഡ് എക്സ്ട്രാ വേണ്ടി വരും. ക്ലിയർ? പർപ്പസ് ഓഫ് കാരേജ് ലോങ്ങിറ്റ്യൂണൽ ഫീഡും ഉണ്ട്, ക്രോസ് ഫീഡും ഉണ്ട്. രണ്ടും എന്തിന്റെ ഫംഗ്ഷൻ തന്നെയാണ്? കാരേജിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നു. ദ ടൂൾ ഈസ് പ്രൊവൈഡ് വിത്ത് ദ ഫോളോയിങ് 3 മൂവ്മെന്റ്സ് ബൈ ദ കാരേജ്: ലോങ്ങിറ്റ്യൂണൽ ഫീഡ്, ക്രോസ് ഫീഡ്. അപ്പോൾ 3 പറഞ്ഞല്ലോ, ഇവിടെ 2 അല്ലേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒന്നും കൂടി ഉണ്ടാവില്ലേ? ആ ഒന്നാണ് ആംഗുലാർ ഫീഡ്. ഓക്കെ, ഇത് അച്ചീവ് ചെയ്യുന്നത് നമുക്ക് ഇതിനുള്ള കോമ്പൗണ്ട് സ്ലൈഡ് വെച്ചിട്ടാണ്. നമ്മൾ എന്ത് ചെയ്യാം? ആംഗുലാർ ഫീഡ് നമ്മൾ കൊടുക്കുക. ആംഗുലാർ ഫീഡ് ഇസ് അച്ചീവ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ കോമ്പൗണ്ട് സ്ലൈഡ്. ക്രോസ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ, കോമ്പൗണ്ട് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ ആംഗുലറിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് കോമ്പൗണ്ട് സ്ലൈഡ് വേണം. അപ്പോൾ ഈ കാരേജിന് പ്രധാനമായിട്ടും കുറച്ച് ഇതിൽ തന്നെ കുറച്ച് പാർട്സ് ഉണ്ട്. കാരണം കാരേജ് എന്ന് പറഞ്ഞൊരു വലിയ യൂണിറ്റ് ആണ്, നോട്ട് ലൈക്ക് ടെയിൽ സ്റ്റോക്ക്. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്? സാഡിൽ എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്, ക്രോസ് സ്ലൈഡ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്, കോമ്പൗണ്ട് റെസ്റ്റ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്, ടൂൾ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്, അപ്രോൺ എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്. ഓക്കെ, അതിൽ പ്രധാനമായിട്ടും ഇത് മൂന്നും ഇന്ന് തന്നെ നമുക്ക് തീർക്കാം. ടൂൾ പോസ്റ്റ് കുറച്ച് ക്ലാസിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ട്, അത് നമുക്കൊരു സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ട് എടുക്കാനുള്ള പോർഷൻ ഉണ്ട്. അപ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പോർഷനേ ഉള്ളൂ. നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പോവാം. ആദ്യത്തേതാണ് സാഡിൽ. ഈ കാണുന്ന സാധനമല്ലേ, എച്ച് ഷേപ്ഡ് ആയിട്ടുള്ള ഈ കാസ്റ്റിംഗ് ആണ് നമ്മുടെ എന്ന് പറയുന്നത് സാഡിൽ എന്ന് പറയുന്നത്. ഈ എച്ച് ഷേപ്പ് തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈ എച്ച് എന്ന് പറയുന്ന ഷേപ്പ് തന്നെ എന്തായി വന്നിട്ടുണ്ട്? ക്വസ്റ്റ്യൻ ആയിട്ട് കയറി വന്നിട്ടുണ്ട്. എച്ച് ഷേപ്ഡ് കാസ്റ്റിംഗ് വിത്ത് വി ഗേറ്റ് ഗ്രൂവ്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? എച്ച് ഷേപ്ഡ് കാസ്റ്റിംഗ് വിത്ത് വി ഗേഡ് ഗ്രൂവ്സ്. ഓക്കെ, അപ്പോൾ ഈ വി ഗേഡ് ഗ്രൂവ്സ് എന്തിനാ? നമുക്ക് ഈ നമ്മുടെ സാഡിലിന് ലേത്ത് ബെഡിൽ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ വി കൊടുക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ സാഡിലിനെ കുറിച്ച് എച്ച് ഷേപ്പിന്റെ കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ് വരുന്ന നെക്സ്റ്റ് നമുക്ക് അറിയിക്കേണ്ട പോയിന്റ് ആണ് എന്താണ് ക്രോസ് സ്ലൈഡ് എന്നുള്ളത്. അപ്പോൾ ക്രോസ് സ്ലൈഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ കണ്ട് ഇതിന്റെ മുകളിൽ, ഈ സാഡിലിന്റെ മുകളിലായിരിക്കും നമ്മൾ ക്രോസ് സ്ലൈഡ് കൊടുക്കുക. നമ്മുടെ പെർപെൻഡിക്കുലർ മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഒരു ഡൗറ്റെയിൽ ഗ്രൂവ് ഉണ്ടാവും ഇവിടെ. ഈ ഡൗറ്റെയിൽ ഗ്രൂവിന്റെ മുകളിലായിരിക്കും എന്തുണ്ടാവുക? നമ്മുടെ ക്രോസ് സ്ലൈഡ് ഇവിടെ കട്ടായി പോയിട്ട് ക്രോസ് സ്ലൈഡ് കൊടുക്കുക. ഇതിനൊരു ജിബ് അസംബ്ലി ഉള്ളത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊരു ചെറിയ ഫെസിലിറ്റി, ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ജിബ് അസംബ്ലി അവിടെ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പെർപെൻഡിക്കുലർ, ഈ ഒരു പോയിന്റ് മാത്രം ഓർത്തിരുന്നാൽ മതി. പെർപെൻഡിക്കുലർ ലേത്ത് ആക്സിസ് ആണ് ക്രോസ് സ്ലൈഡിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സ്ക്വയറോ അല്ലെങ്കിൽ അക്മേ ത്രെഡ് സ്ക്രൂ റോഡോ ഫിറ്റഡ് വിത്ത് എ ഹെൽപ്പ് ഓഫ് മാനുവൽ മൂവ്മെന്റ് ഓഫ് ദി ക്രോസ് സ്ലൈഡ്. കാരണം ഇവിടെ ഒരു ഹാൻഡിൽ ഉണ്ടാവും. അവിടുത്തെ ആ ഒരു അതിന്റെ മെക്കാനിസം ലെഫ്റ്റ് ഹാൻഡ്
സ്ക്വയർ ഓർ ആക്മെ. ആക്മെ എന്ന് പറയുന്ന 29 ഡിഗ്രി ഉള്ള ഒരു മോഡിഫൈഡ് ഒരു ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഈ ഒരു രീതിയിലുള്ളതാണ് നമ്മുടെ ലീഡ് സ്ക്രൂ ഒക്കെ. എന്താണ് ആക്മെ ത്രെഡുകളാണ്. അപ്പോൾ ആക്മെ ത്രെഡ് സ്ക്രൂ റോഡോ അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സ്ക്വയർ റോഡോ ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യാന്ന് ഓർത്തിരിക്കുക. ഇതിൽ ഓട്ടോമാറ്റിക് ഫീഡൊക്കെ നമുക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതിലേക്ക് ഗിയർ അറേഞ്ച്മെന്റ്സ് വരുത്തേണ്ടതുണ്ട്. അത് ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുകയാണ്. ഒരു ഗ്രാജുവേറ്റഡ് കോളർ മൗണ്ടിങ് ഓൺ ദ സ്ക്രൂ അലോങ് വിത്ത് ദ ഹാൻഡ് വീൽ ഹെൽപ്സ് ടു സെറ്റ് ദ ഫൈൻ മൂവ്മെന്റ് ഓഫ് ദ ക്രോസ് റൈഡ്. ക്രോസ് റൈഡിന്റെ ഫൈൻ, കാരണം നമ്മൾ ഫീഡാണല്ലോ കൊടുക്കുന്നത്, അപ്പോൾ മൈന്യൂട്ട് മൂവ്മെന്റിന് വേണ്ടി നമ്മൾ ഗ്രാജുവേറ്റഡ് കോളറും കൂടെ ഇവിടെ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യാറുണ്ട് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്രോസ് സ്ലൈഡ് എന്ന് പറഞ്ഞ കാര്യം. ക്രോസ് സ്ലൈഡിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദ ലെയ്ത്ത് ആക്സിസ് എന്നുള്ളതാണ്. പെർപെൻഡിക്കുലർ ടു ദ ലെയ്ത്ത് ആക്സിസ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് കാരേജ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് കാരേജ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ദ കോമ്പൗണ്ട് റെസ്റ്റ്. കോമ്പൗണ്ട് റെസ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ആംഗുലാർ മൂവ്മെന്റ് അല്ലെങ്കിൽ ആംഗുലാർ ഫീഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കോമ്പൗണ്ട് റെസ്റ്റിന്റെ സഹായം നമ്മൾ തേടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലും രണ്ട് ഭാഗങ്ങളായിട്ട് ഇതിനെ, കാരണം ഇത് കുറച്ചും കൂടെ ഒരു കോംപ്ലിക്കേറ്റഡ് എന്താ പറയുക ഏരിയ ആണ് കോമ്പൗണ്ട് റെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പൗണ്ട് റെസ്റ്റിൽ വീണ്ടും രണ്ട് പാർട്ടുകളുണ്ട്. ഒന്ന് സിവൽ ബേസ് ആണ്, രണ്ട് ടോപ്പ് സ്ലൈഡ് ആണ്. അപ്പോൾ ഇതിനൊരു അസംബ്ലി ആണ് കാണിച്ചിരിക്കുന്നത്. ദ സിവൽ ബേസ് ആൻഡ് ദ ടോപ്പ് സ്ലൈഡ്. ദ സിവൽ ബേസ് ആൻഡ് ദ ടോപ്പ് സ്ലൈഡ്. അപ്പോൾ ഈ ടോപ്പ് സ്ലൈഡിന്റെ മുകളിലായിരിക്കും എന്തുണ്ടാവുക, നമ്മൾ ടൂൾ പോസ്റ്റ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ സിവൽ ബേസ് എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ, അതുകൊണ്ട് തന്നെ 0 തൊട്ട് 360 ഡിഗ്രി വരെ ഇവിടെ എന്ത് ചെയ്യാം, പൊസിഷൻ ചെയ്യാം എന്ന് ഓർത്തിരിക്കുക. എനി റിക്വയർഡ് പൊസിഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ ആ ടൈറ്റൻ ചെയ്യുന്ന T ബോൾട്ടിന്റെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ഈ 0 to 60 ഡിഗ്രിയും T ബോൾട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ഇവിടെയും എന്താണ് ഡൗട്ടേൽ ജോയിന്റ് തന്നെയായിരിക്കും ഉണ്ടാവുക. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഡൗട്ടൽ ജോയിന്റ് ഡൗട്ടൽ ഗ്രൂവിലേക്ക് ഇതാകുമ്പോഴാണ് നമുക്ക് ആ മൂവ്മെന്റ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഓർത്തിരിക്കുക. ജിബ് ഇവിടെയുണ്ട് നമ്മുടെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട്, നമ്മുടെ ഒരു അഡ്ജസ്റ്റ് ആ കൺട്രോളിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെയും ജിബിന്റെ സഹായം തേടുന്നുണ്ട്. ഓക്കെ, ജിബ് ആൻഡ് ക്വാർട്ടർ ജോയിന്റ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. കാരണം ഇതെന്തിനാണ്, ഒരു ജസ്റ്റ് ഒരു ലോക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്ലിയർ. ഇനി ഇതിന്റെ ടോപ്പ് സ്ലൈഡിൽ നമുക്ക് മാനുവൽ ഓപ്പറേഷൻസ് മാത്രമേ പറ്റുള്ളൂ. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഓൺലി മാനുവൽ ഓപ്പറേഷൻ ഈസ് പോസിബിൾ ഫോർ ദ ടോപ്പ് സ്ലൈഡ്. ടോപ്പ് സ്ലൈഡിൽ നമുക്ക് മാനുവൽ ഓപ്പറേഷൻസ് മാത്രമേ പറ്റുള്ളൂ. മറ്റേതിന് നമുക്ക് എന്നോട് പറഞ്ഞിരുന്നു, നമ്മൾ ഗിയേർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഓപ്പറേഷൻ നടത്താമെന്ന് പറയുന്നു. പക്ഷേ ഇവിടെ എന്താണ്, മാനുവൽ ഓപ്പറേഷൻ മാത്രമേ പറ്റുള്ളൂ എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ. അതൊരു ടൂളും എന്താണ് ടോപ്പ് സ്ലൈഡിന്റെ മുകളിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും ഈ കോമ്പൗണ്ട് റെസ്റ്റിനെ കൂടെ അറിഞ്ഞിരിക്കേണ്ടത്. കോമ്പൗണ്ട് റെസ്റ്റിന് രണ്ട് പാർട്ടുകളുണ്ട്. സിവൽ ബേസ് ഉണ്ട്, ടോപ്പ് സ്ലൈഡ് ഉണ്ട്. സിവൽ ബേസ് ഉണ്ട്, ടോപ്പ് സ്ലൈഡ് ഉണ്ട്. സിവൽ ബേസുമായി ബന്ധപ്പെട്ട് ഈ 0 to 360 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിളും T ബോൾട്ടിന് സഹായത്തോടാണ് ഇത് ഫിക്സ് ചെയ്യാന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദ സിവൽ ബേസ് ഇസ് അസംബിൾഡ് ടു ദ ടോപ്പ് ഓഫ് ദി ക്രോസ് സ്ലൈഡ്, can be clamped at any required position between 0 degree to 360 degree by tightening the T-bolts. Okay, clear? No, T-bolt kanda. Okay, clear ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ഏരിയ, അതായത് നമ്മുടെ ടെയിൽ സ്റ്റോക്ക് അതുപോലെ തന്നെ നമ്മുടെ കാരേജ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് PSC ഓറിയന്റഡ് ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മളിതിനെ ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ ടോപ്പിക്കിന് മുമ്പായിട്ട് നിങ്ങൾ ലെയ്ത്ത് ഒന്നാമത്തെ ക്ലാസ് കഴിഞ്ഞു, അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ ക്ലാസ് നമ്മൾ ബെഡിനെ കുറിച്ചായിരുന്നു, അത് നമ്മൾ അപ്ലോഡ് ചെയ്തു. ഇത് ടെയിൽ സ്റ്റോക്കും അതുപോലെ തന്നെ കാരേജുമാണ്. ഇതും കൂടെ കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, അടുത്ത സെക്ഷനിലേക്ക് വരിക. എങ്കിൽ മാത്രമാണ് നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നു, എങ്ങനെ നമുക്ക് ഇതിനെ ക്രാക്ക് ചെയ്യാം, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് കയറി വരിക. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മളെല്ലാവരും വായിച്ചു പോയിട്ടുണ്ടാവും. പക്ഷേ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്തായിരിക്കും ഓക്കെ ആ ഒരു ഏരിയ നമുക്ക് ഒന്നുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു, നമ്മളത് മറന്നു പോകുന്നുണ്ട് എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മസ്റ്റായിട്ട് ലൈവായിട്ട് തന്നെ മാക്സിമം എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇൻ കേസ് എന്തെങ്കിലും സമയത്ത് വരാൻ പറ്റിയില്ല, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വന്നെങ്കിൽ എന്ത് ചെയ്യാം, റെക്കോർഡറായിട്ടാണെങ്കിൽ കാണാം, നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും തൽക്കാലം ബൈ, ടേക്ക് കെയർ.